ഗായ്സ്, വെൽക്കം ടു നക്കു ടോക്കു. സോ ഗായ്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എനിക്ക് 19 വയസ്സായി ഗായ്സ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലാസ് ഉണ്ട്, കോളേജിൽ പോകണം. പക്ഷേ ഞാനൊന്ന് പോയില്ല, കാരണം ഇന്ന് ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഒന്ന് വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് ഒന്ന് ചെറിയൊരു രീതിയിൽ നമുക്ക് കേക്കൊക്കെ മുറിച്ച് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പോയില്ല. സോ എൻ്റെ കോളേജിൽ ആർക്കും അറിയില്ല എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ആരോടും പറഞ്ഞില്ല. എന്തിനാ വെറുതെ എല്ലാവർക്കും ചിലവ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ്. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ബാംഗ്ലൂർ, കുറച്ച് പേര് ബാംഗ്ലൂരാണ്, കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യാം, ലൈക്ക് അച്ഛനമ്മയൊക്കെ കൂടി അങ്ങനെ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഗായ്സ്, എൻ്റെ മുടിയൊക്കെ ഉണ്ടെന്ന് നനഞ്ഞ് ആകതായിട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. എൻ്റെ പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒരേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് അമ്പലത്തിൽ നമ്മൾ പോകണമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് അതെ, അപ്പോൾ കുറച്ച് ദൈവവിശ്വാസം വേണേ നമുക്ക്. അപ്പോൾ അങ്ങനെ പിന്നെന്തുവാ പിന്നെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു ഇത് വെച്ച് ലൈക്ക് 19 വയസ്സായി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നണില്ലേ, കാരണം ലൈക്ക് 18, 19 അങ്ങനെ ഒരു ഫീലാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യലാണ്. ഞാൻ ലീവ് എടുത്ത് ഇന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ കുറച്ചും കൂടി എല്ലാം ബർത്ത്ഡേ സ്പെഷ്യലാണ് നമുക്ക്. പക്ഷേ എന്നാലും ഇത് സ്പെഷ്യലാകാൻ കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ലാസ്റ്റ് ടീനേജിലെ ലാസ്റ്റ് ബർത്ത്ഡേ ഒരു കേക്ക് മുറി അല്ലെങ്കിൽ ഒരു ചെറിയ സെലിബ്രേഷൻ ആയിരിക്കും. കാരണം ഇനി അടുത്ത് ഞാൻ എൻ്റെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ ലൈക്ക് ഇതൊരു ലാസ്റ്റത്തെ ടീനേജ് ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ലീവ് എടുത്ത് എനിക്ക് വേണ്ടി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു നല്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തത് തന്നെ. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതൊരു സ്വെറ്റർ പോലത്തെ സാധനമാണ്. അപ്പോൾ എനിക്കിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, പോസ്റ്റ് ഇടണം, സ്റ്റോറി ഇടണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഫ്രണ്ട്സായിരുന്നു എടുത്തു തന്നെ. ഇപ്പോൾ ഇനിയിപ്പോൾ അമ്മേനെ വിളിക്കേണ്ടി വരും ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ എന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇന്ന് ഇടുമോയെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ജൂൺ 12th ആണ്. ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ ഇടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഗൈസ്, ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം നമുക്ക്. ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. ഇനി നമ്മളങ്ങോട്ട് തീറ്റ. നല്ല ടേസ്റ്റ്. അവില്, സാമ്പാർ, പപ്പടം, മാമ്പഴ പുളിശ്ശേരി, പായസം. ഗായ്സ്, ഒരു ന്യൂ അപ്ഡേറ്റ്. ചിലപ്പോൾ ഇന്ന് കാതറിൻ, ചൈത്ര ഒക്കെ വരുന്നതായിരിക്കും. കാരണം ചൈത്രയ്ക്ക് ഇപ്പോൾ വെക്കേഷനാണ്. പിന്നെ കാതറിനാണെങ്കിലും അവൾക്കിപ്പോൾ അവളുടെ ജർമ്മൻ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഈ സാധനം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഫ്രീ ആണ്, അവർ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ല, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. ആരെ മക്കളെ വരുന്നത്? അയ്യോ, ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് ഗൈസ്. നക്ഷത്രയുടെ 19th birthday. യെസ്, ലാസ്റ്റ് ഇയർ ആസ് എ ടീനേജർ. ചൈത്ര പറയൂ. ഹാപ്പി ബർത്ത്ഡേ ടു കേതറിന് ടോക്കറ്റീവ് എന്ത് പറയണ്ടേ? ഐ വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചിയോട് കൂട്ടുകാരി
നമ്മുടെ ചൈത്ര കാതറിൻ തന്ന ഗിഫ്റ്റാണ് ഗൈസ്. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇതൊക്കെ തിന്ന് തീർക്കണം. ഗൈസ് ഇവര് പോവാണ് ഗൈസ്. നീളും എന്തെങ്കിലുമൊക്കെ പറ. എൻ്റെ ബർത്ത്ഡേ അടുത്തത് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എപ്പോൾ വരുന്നോ അപ്പോൾ ആയിരിക്കും നമ്മൾ കാണുന്നത്. വ്ലോഗ് എടുക്കാം. അതെ. താങ്ക് യു ഫോർ കമ്മിങ്. അപ്പോൾ ബൈ ബൈ ഗൈസ്. സൈനിങ് ഔട്ട്. ഹലോ ഗൈസ്, ഈ വീഡിയോ ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്ര നേരം നിങ്ങൾ കണ്ടത് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കംപ്ലീറ്റ്. ഇന്ന് ഞാൻ കോളേജിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു പാക്കേജിങ് കണ്ടു, ഒരു കരിയർ. അതിൽ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും എൻ്റെ അഡ്രസ്സും. അഫ്കോഴ്സ് ചിന്തിക്കാം, എൻ്റെ +1 +2 ഗഡികളായ ആയുഷും അനുഗ്രഹയും കൂടി എനിക്കൊരു ഗിഫ്റ്റ് തന്നാണ് ഗൈസ്. അവർ ബാംഗ്ലൂരാണ് നഴ്സിങ്ങിനാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഓർഡർ ചെയ്ത് എനിക്ക് എത്തിച്ച് തന്നതാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്. നിങ്ങളൊന്ന് കാണണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് അവരെനിക്ക് തന്ന ഗിഫ്റ്റ്. എന്താ പറയാ, ഞാൻ എന്ത് പറയും. കണ്ടോ, എല്ലാവരും ലെറ്റർ വരെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഡിയറസ്റ്റ് നക്കി, ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ടു യു. ഈവൻ ദോ വി കാൺ ബി ദർ ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ വിത്ത് യു, ജസ്റ്റ് നോ ദാറ്റ് വി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു സീ യു. ഓഫ് എൻ്റെ പൊന്നേ, അവർ എന്നെ കാണാണ്ട് എൻ്റെ പൊന്നു. പിന്നെ വി ഹോപ്പ് യു ഹാവ് എ നൈസ് ഡേ ആസ് വണ്ടർഫുൾ ആൻഡ് ഷൈനിങ് ആസ് യു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ വിത്ത് ലോഡ്സ് ഓഫ് ലവ്, അനു ആൻഡ് ആയുഷ്. ഓ മൈ ഗോഡ്. ശരിക്കും പറയാൻ വെച്ചാൽ ദ ഫാക്ട് ദാറ്റ് അവർ ഇവിടെ ഇല്ല, പക്ഷെ അവർ പുറത്താണ്, ബാംഗ്ലൂരാണ് നിൽക്കണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ അയച്ചു തന്നു എന്നൊക്കെ പറയണത് എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. നൻപനെ പോലാരുമില്ല എന്താ ഭൂമിയിലെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും എനിക്ക് അതിൽ ആഡ് ചെയ്യണം. കാരണം അവർ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. താങ്ക് യു. അതന്നെ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ ഗൈസ്. Pas de soleil, pas de soleil.